खुदा से आरज़ू मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे। तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरे लैला, दे दे दिल का प्यारा नजराना। तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। हम है तेरी आशिक, किस बात का शर्माना, किस बात का शर्माना। तू सीने से लगा ले, ना चलेगा बहाना, ना चलेगा बहाना। हुस्न लाजवाब है, हुस्न लाजवाब है, खुली हुई किताब है, खुली हुई किताब है। पर्दा सरकाना, ओ जलवा दिखलाना। हम नहीं बेगाने, माने या ना माने हम तेरे दीवाने। तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरे लैला, दे दे दिल का प्यारा नजराना। जाम जवानी का तू होठों से पिला दे, पिला दे। रंग भरी महफिल में तू गुल नया खिला दे। ये अदाए कमाल है, ये हुनर बेमिसाल है। जाम जवानी का तू होठों से पिला दे, होठों से पिला दे। रंग भरी महफिल में तू गुल नया खिला दे, गुल नया खिला दे। ये अदाए कमाल है, ये अदाए कमाल है, ये हुनर बेमिसाल है, ये हुनर बेमिसाल है। ये समा सुहाना, ओ अरमा मिटाना। हम नहीं अनजाने, माने या ना माने हम तेरे मस्ताने। ये बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। മാഷാഅല്ലാഹ്, क्या बात है സഞ്ജയ് സൂപ്പർ ആയിരുന്നു.
പിന്നെ സഞ്ജയ് പാടി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എപ്പോഴും അത്രയും പ്രിപ്പയർഡ് ആയിട്ട് വന്ന് പാടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത്തവണയും അടിപൊളിയായിട്ട് തന്നെ സഞ്ജയ് പാടി. ഇനി ഒരു സിനിമ ഹിസൈനസ് അബ്ദുള്ള അല്ലേ, നമ്മളതിനെ കുറിച്ച് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സഞ്ജയ് കണ്ടോ സിനിമ? ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നൊരു ചോദ്യം, ഇതില് ലാലേട്ടന്റെ പേരെന്താ? അതെ. അബ്ദുള്ള രണ്ടുപേരില്ല. ആദ്യം രാമനാട്ടുകര അനന്തൻ നമ്പൂതിരി, ഓ ഓ ഓ പിന്നെ പിന്നെ അബ്ദുള്ള. ആര്? ആര്? രാമനാട്ടുകര അനന്തൻ നമ്പൂതിരിയുടെ പേരറിയാം. ആരാണ് ഡയറക്ടർ? സിബി മലയിൽ സാർ. ഫാന്റാസ്റ്റിക്. ഇത്രയും അടിപൊളിയുള്ള പാട്ടുകളും രവീന്ദ്ര മാസ്റ്ററിന്റെ, അതുപോലെ ദാസ് സാറ്, അതുപോലെ ചിത്രമൊക്കെ പാടിയ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഇതില്. മോനെ ഞാൻ പാടിയിട്ടില്ലടേ. അണ്ണാച്ചി പാടിയിട്ടില്ലേ? അല്ല, ഞങ്ങളെയൊക്കെ നീ മക്കളെയൊക്കെ വിട്ടിട്ട് പിന്നെ അങ്ങോട്ടങ്ങ് പോയാ നമ്മളത് പ്രതീക്ഷിച്ചോണ്ടിരിക്കും. ഇപ്പം പറയുന്നതല്ല. വിഷമമായവർക്ക് പിന്നെ എനിക്ക് കരച്ചിൽ വന്നതാണ്. പിന്നെ പോട്ടെ, ശബ്ദമൊക്കെ മാറി എം ജി സാറിന്റെ. ആ അതാ ഓക്കെ, നമുക്ക് ചോദിക്കാം. എം ജി സാർ, മോനെ സാറേ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ABM RR എന്ന് പറയുന്ന സ്റ്റുഡിയോയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. അണ്ണാച്ചിക്കറിയാം. അതിനകത്തൊരു ജുഗൽബന്ധിയുണ്ട്, ദേവസഭാതലം. ദാസേട്ടനും ഞാനും അത് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ മാഷിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലെ കൈതപ്രം സാറാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു അഹങ്കാരിയായിട്ടുള്ളൊരു ക്ലാസിക്കൽ വോക്കലിസ്റ്റാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ നീ പാടണം. അതായത് ദേവസഭാരാഗ, അങ്ങനെ ഒരു ഭയങ്കര അഹങ്കാരം ഉൾക്കൊണ്ട് പാടുന്ന ഒരു രീതി. ഞാൻ പറഞ്ഞു, മാഷേ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അങ്ങനെ പാടിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇത് ഇവൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയിൽ എഴുതി കാണിക്കാൻ പറ്റുമോ? കാരണം അഹങ്കാരം മൂത്ത് പാടിയാണെന്ന് പറ്റൂല്ലെന്ന്. ഞാൻ ശരിക്കും പാടിയിട്ട് പോയി. പിന്നെ അവസാനം അത് രവീന്ദ്രൻ മാഷ് തന്നെയാണ് പാടിയിരിക്കുന്നത് സിനിമയിൽ. എന്തായാലും അങ്ങനെയുള്ള കുറേ ഓർമ്മകൾ മോനെ അസലായിട്ട് പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് സ്ഥലം ആ ആദ്യത്തെ അനുപല്ലവിൽ ആ സംഗതി ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിൽ പോയ സംഗതി, അത് കുറച്ചൊന്ന് ഒരു പെർഫെക്ഷൻ വന്നില്ല. പക്ഷെ രണ്ടാമത് പാടിയപ്പോഴത്തേക്ക് ചരണത്തെ എൻ്റെ പാടിയപ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു കേട്ടോ, നന്നായിരുന്നു. പിന്നെ ഈ വിരുദ്ധത്തിൽ കിലാലെന്നോ എന്തോ വരുന്നൊരു സ്ഥലം ഉണ്ട്, അതൊന്ന് പാടാം. ആ അതൊരു നോട്ട്, എനിക്കൊരു ചെറിയൊരു സംശയം. അതാണ് ഒറിജിനൽ. അതെ, അത് അവിടെ ശകലം നോട്ട്സ് ഒക്കെ ഒന്ന് പോയായിരുന്നു. പിന്നെ എൻഡിങ് ഉണ്ടല്ലോ, അതൊന്ന് പാടിക്ക്. വെരി എൻഡ്. ഒന്നുകൂടെ ഒരു വികാരം വരട്ടെ. ഓക്കെയാണ്, പക്ഷെ അതിനകത്തൊരു സ്വീറ്റ്നെസ് വരണം കേട്ടോ. പാട്ടൊക്കെ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലവ് യു. താങ്ക് യു സർ. ശരത് സർ, ഹിസ് ബേബി. സഞ്ജയുടെ പാട്ട് അല്ല, ഞാനിപ്പോ കരഞ്ഞോണ്ടിരിക്കുക. എം ജി അണ്ണൻ എന്റെ പേര് എപ്പോഴും പറഞ്ഞില്ല. ഞാൻ എം ജി അണ്ണൻ പറയുമെന്ന് വിചാരിച്ചിരുന്നു, അപ്പം പറഞ്ഞില്ല. സഞ്ജയും പറഞ്ഞില്ല. അല്ല, അതിനകത്ത് രസം എന്ന് വെച്ചാല് മോഹൻലാല്, ദാസേട്ടൻ, പിന്നെ ഞാനും. പക്ഷെ അത് മാറി രവീന്ദ്രൻ മാഷായി. പക്ഷെ രാജാവ് അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കണ്ടോളൂ. ആരാ രാജാവ്? ഇരിക്കുന്നു. ഇല്ല, അതൊക്കെ ഒരു അനുഭവമാണ്. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ശരിക്കും അണ്ണാച്ചി പാടുന്നത് ഞാൻ കേട്ട്. ഈ നമ്മുടെ ദാസേട്ടൻ പാടാൻ വന്നത് ഈ അണ്ണനും ഇവര് ചേർന്നുള്ള സാധനം പാടിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിത് പാടണമല്ലോ. അപ്പോൾ ദാസേട്ടനെ മനഃപൂർവ്വം, എടാ മോനെ നീ പാട്. ഞാൻ പറഞ്ഞില്ല ദാസേട്ടൻ പാടി തീർത്തോ, പിന്നെ ഞാൻ പാടിക്കോളാം. എന്ത് ചെയ്താ സമ്മതിക്കത്തില്ല. ആ സമയത്ത് ഏതോ പേപ്പർ എടുക്കുന്ന എഴുതുന്നു, ഒന്നുമില്ല, പാട്ടൊക്കെ എപ്പോഴും എഴുതി കഴിഞ്ഞ് എന്നെ അവിടെ നിർത്തി പാടിക്കണം ദാസേട്ടന്. ഞാൻ പറഞ്ഞു, ദാസേട്ടൻ ഇപ്പം എനിക്ക് പറ്റത്തില്ല, ദാസേട്ടന് ഇപ്പം ഇറങ്ങിയിട്ട് ഞാൻ പാടിക്കണം. എടാ രവി, ഇവൻ്റെ അടുത്ത് പറ, എടാ ഞാനിവിടെ ഇരുന്ന് എഴുതിക്കും, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് മോനെ എഴുതാൻ. ചുമ്മാതെ
ഗാനഗന്ധർവനെ പുറയിലിരുത്തിയിട്ട് പാടാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. ഒന്നും ആ സമയത്ത് ഒട്ടുമില്ല. പക്ഷെ നല്ല പോർഷൻ അത്. നല്ല പോർഷൻ. അപ്പം ഞാൻ ആലോചിച്ചത് ഇന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട്. ഞാൻ പറഞ്ഞു ദാസേട്ടാ മൂത്രം ഒഴിക്കണം. സത്യം. എന്നാ നീ ഒഴിച്ചിട്ട് വാ. ഞാൻ ഒഴിച്ചിട്ട് വരണ്ടേ. ഞാൻ അതിനകത്ത് കയറി അങ്ങ് നിന്ന്. അതിനകത്ത് ഒരു 1.5 മണിക്കൂറോളം ദാസേട്ടൻ അവിടെ നിന്ന് കേട്ടോ. എന്നെ കൊണ്ട് പാടിക്കാൻ നടന്നില്ല. പിന്നെ ദാസേട്ടൻ ഇറങ്ങി സ്റ്റുഡിയോ പൂട്ടാറായി. ഇറങ്ങി നടന്നു പോവുക. നടന്നു പോകുന്ന സമയത്ത് ദാസേട്ടനെ കണ്ടു. പിന്നെ തിരിച്ചൊന്നും വരത്തില്ല. അപ്പോഴത്തേക്കും ഞാൻ വന്നപ്പോൾ രവീന്ദ്ര മാസ്റ്ററും നമ്മുടെ സ്വാമിനാഥൻ സാറും കൂടെ സ്റ്റുഡിയോ പൂട്ടി ഇറങ്ങുന്ന. ഞാൻ പറഞ്ഞു ഒന്ന് പാടഞ്ഞ എടാ മോനെ ഇപ്പം വേണ്ടടാ, അത് ഇപ്പം അതിനുള്ള മൂടല്ല. രവീന്ദ്ര മാസ്റ്റർ മറ്റേ സംതിങ്ങിന് വേണ്ടി മാഷെ ഒറ്റ ടേക്ക് പാടാം എന്ന് പറഞ്ഞപ്പോൾ സമ്പത്ത് സാറ് പറഞ്ഞാൽ ചൊല്ലത് കറക്റ്റാ, നീ ഒരേ ടേക്ക് താ ഉണക്ക് എന്ന് പറഞ്ഞു. ഇപ്പം കയറിയിട്ട് ഞാൻ പാടി ഒറ്റ ടേക്ക് പാടി. അത് ഓക്കെ ആയി. അപ്പം അത് ഇല്ല, ഞാൻ പറഞ്ഞാൽ അതൊരു ദാസേട്ടൻ പോയതും കൊണ്ടും കൂടാണ്. ഇല്ലെങ്കിൽ 150 ടേക്കായാലും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, രവീന്ദ്ര മാസ്റ്റർ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയാണ്. അപ്പം അതൊരു ഓസ്കാറാണ് എനിക്ക്. അപ്പം അതൊന്ന് ഓർത്തതിൽ കുറേ സന്തോഷം കേട്ടോ. വേണം മൊമെന്റ്സ്. ആ ഒറ്റ ടേക്കില് ഓർമ്മ ഒന്ന് നമുക്ക് ഇവിടെ ഒരു ഒറ്റ ടേക്കില് എന്തോന്നടേ, അതൊക്കെ അന്നത്തുള്ള പ്രായം. ചുമ്മാ അത് പാടിക്കൊടുത്തരാ അവന്. അപ്പൊ പാറു, നീ പറഞ്ഞ നിനക്ക് വേണ്ടി അത് പാടിയത് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു പാറു. മേഘരാഗങ്ങളെ തൊട്ടുണരുന്ന താമണ്ടുക മന്ത്രം ദൈവതോ അശ്വതവങ്ങൾ ആജ്ഞാചക്രത്തിലുണർത്തും സ്വരൂപം ദൈവതം. ഈ സമയത്ത് നമ്മൾ ഒരാളെ കൂടെ പറയണം, ഇല്ലെങ്കിൽ അത് നന്ദികേടാണ്. ശ്രീ കൈതപ്രം അണ്ണാജി ഒരു നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ രചന. കുറെ സന്തോഷം ഇത് കേട്ടതിൽ കേട്ടോ. മോനെ നന്നായിട്ട് പാടിയതാ, നന്നായിട്ട് പാടി. എനിക്ക് ആ മത്തി കഭി ശബനം കഭി ഷോല അത് ഒന്ന് പാടാമോ? കഭി ശബനം കഭി ഷോല അതുണ്ട് കേട്ടാ. നീ അത് വേറെ എന്തോ പാടിക്കൊണ്ടിരുന്നത്. ഇച്ചിരി ഒരു സ്ട്രെയിൻ നിന്റെ വോയിസിൽ എനിക്കത് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നീ മാനേജ് ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയണ്ട ഒരു പാട്ട്. നന്നായിട്ട് തന്നെ പാടി. ചേച്ചി സഞ്ജയ്, എന്താണ് കോമ്പോസിഷൻ ഇതില്? ഞാൻ MG സാറോട് ഇങ്ങനെ പറയായിരുന്നു. അപ്പം ദാസേട്ടന്റെ ആ ശബ്ദത്തിന്റെ ഒരു മാജിക്കിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന പാട്ടുകൾ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ മോന്റെ രീതിയിൽ മനോഹരമായിട്ട് പാടുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സഞ്ജയ് പാടിയത്. കാണാനും നല്ല സുന്ദരനായിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇത്. പിന്നെ എനിക്ക് തോന്നിയത് മോൻ ഇതിൽ ഈ ഹിന്ദി ആക്സെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ശ്രമിക്കുന്നുണ്ട്. ഷോല എന്നുള്ളതൊക്കെ ഷോല എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷനിലൊക്കെ കുറച്ച് അങ്ങനെ വരുത്തുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നോർമലി പാടിക്കഴിഞ്ഞാൽ അത് മോൻ നന്നായിട്ട് പാടുന്നുണ്ട്. ആ ഹിന്ദി ആക്സെന്റ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കണ്ട. ഓക്കെ. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര വായിച്ച് തകർത്തു. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. മോനെ ഫാന്റാസ്റ്റിക് സെലക്ഷൻ. ഗോഡ് ബ്ലെസ് യു. നന്നായി പാടി. ചേച്ചി. ഷാനിക. ആദ്യം തന്നെ ഓർക്കസ്ട്രക്ക് ഒരു വലിയ കയ്യടി. കാരണം ഓൾമോസ്റ്റ് ആ ഒരു ഒറിജിനലിനോട് അടുത്ത് നിൽക്കുന്ന, ഓൾമോസ്റ്റ് 99% അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ പെർഫോം ചെയ്തത്. ഒന്നും പറയാനില്ല. പിന്നെ സഞ്ജയ് പാടിയതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. ഈ പാട്ടിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണ്? മ്യൂസിക്കൽ ട്രീറ്റ് ആണ്. അതന്നെ, അതാണ് ആ വാക്ക്, മ്യൂസിക്കൽ. മലയാളത്തിൽ വളരെ കുറച്ച് മ്യൂസിക്കൽസേ വന്നിട്ടുള്ളൂ. ഇത് അതുപോലത്തെ ഒരു മ്യൂസിക്കൽ ആണ് ഈ സിനിമ. എല്ലാം ഇങ്ങനെ തുന്നി വെച്ചിരിക്കുകയാണ്. സ്കോറിലും സ്കോറിൽ നിന്ന് പാട്ടിലേക്ക് പോകുന്നതും പാട്ടിൽ നിന്ന് തിരിച്ച് സ്കോറിലേക്ക് പോകുന്നതൊക്കെ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സിനിമ. അതൊരു ഭയങ്കര സംഭവം. ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് ഇവർ പറഞ്ഞ പോലത്തെ എല്ലാവർക്കും ഒരു വലിയൊരു കയ്യടി, വലിയൊരു നമസ്കാരം. സഞ്ജയ് നന്നായിട്ട് പറയണം. ഈ ഡിക്ഷൻ നസറാന അല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇതിൽ സഞ്ജയ് സപ്പോർട്ട് ചെയ്ത നമ്മുടെ കോറസ് കുട്ടികളെയും ഒന്ന് അനുമോദിക്കുന്നു. നന്നായിരുന്നു.
ആൻഡ് അജൽ. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG sir. 9.4. താങ്ക് യു സാർ. അരെ വാ Super. സൂപ്പർ സൂപ്പർ. ശരത് sir. യെസ്, ഉടുക്ക് sir. 9.3. താങ്ക് യു സാർ. അതെന്താ അത്? ഇത് എനിക്ക് പുതിയ പുതിയ വാച്ച്. കിട്ടിയതാ. Thank you sir. ചേച്ചി. സഞ്ജയന്റെ മാർക്സ് ഇതാ. താങ്ക് യു. Okay. Okay. അപ്പൊ സഞ്ജയ് ടോട്ടൽ 18.7. Thank you. സൂപ്പർ മാജിക് ബീറ്റ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.